കനത്ത ചൂടാണ്. പുറത്ത് നിരവധി ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാൻ എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ തന്നെ എത്തിയോ വോട്ട് ചെയ്യാൻ? ഒരുപാട് ടൈമായി, 2 മണിക്കൂറായി. ഒരുപാട് സമയമായോ? കനത്ത ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത വോട്ട് ചെയ്യാന്നുള്ളൊരു വോട്ട് ചെയ്യാനായി 2 മണിക്കൂറായി. എന്താണ് ഈ ഒരു വോട്ടെടുപ്പ് ബന്ധപ്പെട്ട് എന്താണ് തോന്നുന്നത്? ഇത് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. വന്നു ചൂടിലും ഭയങ്കര ചൂടാണ്, പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ചെയ്തു നിലവിൽ എന്താണ്? ഭയങ്കര സ്ലോ ആണ്, നീങ്ങുന്നില്ലേ? കുറെ നേരം വന്നിട്ട് ഭയങ്കര സ്ലോ ആണോ? ഭയങ്കര സ്ലോ ആണ്. കുറെ നേരമായി വന്നിട്ട്? ഒരുപാട് നേരമായി. ഒരുപാട് വന്നിട്ട് കംപ്ലൈൻ്റ് ആയി. 2 മണിക്കൂറോളം കംപ്ലൈൻ്റ് ആയി മെഷീൻ. അത് ശരിയാക്കിയിട്ടാണ് ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ദിവ്യ അവരിപ്പോൾ വോട്ടർമാർ പറയുന്നത്. ഒരുപാട് സമയമായും കാത്തിരിക്കുന്നു, 2 മണിക്കൂറോളം കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്ത്രീകളടക്കം ഒരുപാട് ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിൻ്റെ കനത്ത ചൂടിനെ അവഗണിച്ച് അവരുടെ വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് നീണ്ട ഒരു ക്യൂ തന്നെ ഇപ്പോൾ തിരൂർ ബോയ്സ് സ്കൂളിലുണ്ട്. എന്താണ് ഒരു വോട്ടെടുപ്പ് എങ്ങനെയാണ് കാണുന്നത്? കുറേ സമയമായോ വന്നിട്ട്? രാവിലെ വന്ന് മടങ്ങിപ്പോയതാണ്. രാവിലെ 7 മണിക്ക് വന്ന് വോട്ടിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയി 2 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ടും ശരിയായില്ല. വീണ്ടും വീട്ടിൽ പോയി തിരിച്ചു വന്നതാണ്. ഇപ്പോൾ വോട്ട് ചെയ്യാൻ ഒരുപാട് സമയമെടുത്ത് ഈ വർഷം. എങ്ങനെയാണ് ഈ ഒരു വോട്ടെടുപ്പിന് എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. എങ്ങനെയാണ്? ആദ്യ വോട്ടാണോ? ആദ്യ വോട്ടാണ്. എങ്ങനെ ഈ വോട്ടെടുപ്പിന് എങ്ങനെയാണ് ജെൻസി പിള്ളേരെന്നുള്ള ഈ വോട്ടെടുപ്പിന് എങ്ങനെയാണ് കാണുന്നത്? കറക്റ്റ് നോക്കി വോട്ട് ചെയ്യാം. ആളുകളെ നോക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയെ നോക്കിയാണോ? ആളുകൾ നോക്കിയിട്ട് ഞാൻ പേഴ്സണലി വോട്ട് ചെയ്യുന്നത്. ഒരു സങ്കല്പമുണ്ട് എന്തായാലും ഉള്ളില്, ഒരാളെ ഒരു ചിന്തയുണ്ട്. ദിവ്യ, ഇത് തന്നെയാണ് വോട്ടർമാർ പറയുന്നത്. അവർക്ക് ഒരു 2 മണിക്കൂറോളം ഇവിടെ വോട്ടിംഗ് മെഷീൻ തകരാറായി തുടർന്ന് ഇവിടെ വോട്ടിംഗ് നിർത്തിവെച്ചുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വലിയൊരു നീണ്ട ക്യൂ തന്നെ ഈ പൊന്നാനി ബോയ്സ് സ്കൂളിൽ 2 ബൂത്ത്. ശരി, എന്തായാലും അവിടെ രാവിലെ മുതൽ ചില തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വോട്ടിംഗ് മെഷീനിലെ തകരാർ മൂലം കുറെ വോട്ടർമാർ മടങ്ങിപ്പോയി. പക്ഷേ തിരിച്ചു വന്നപ്പോഴും വോട്ട് ചെയ്യാൻ പറ്റാതെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും ആ തകരാർ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും അവിടെ നടന്നു വരുന്നുണ്ട്. ഈ ഒരു കാലതാമസം കൊണ്ട് തന്നെ നീണ്ട നിര, വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് ആ തിരൂരിലെ ബൂത്തിൽ കാണാനും കഴിയുന്നുണ്ട്.